പോകാവുന്നതാണ്. ഞാൻ ജിനുലാലിലേക്ക് പോകുന്നു. ജിനുലാൽ മിസ്റ്റർ ഏഷ്യ പസഫിക് ആണ് അല്ലേ? ജിനുലാൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ്. ആ അർത്ഥത്തിൽ ജീവിതം തന്നെ ലഹരിയാണെന്ന് തെളിയിച്ച ഒരുപാട് കായിക താരങ്ങളുണ്ട്. നമുക്ക് കളിയിടങ്ങളോട് ലഹരിയാവാം അല്ലേ? അതേപോലെ ബോഡി ബിൽഡിങ്ങിനോട് ഒരു പാഷനുള്ള ആളാണ് ജിനു. ജിനു എപ്പോഴെങ്കിലും ഈ സബ്സ്റ്റൻസ് കയ്യിൽ വരികയോ വരാൻ സാധ്യതയുണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വരുന്ന ഘട്ടത്തിൽ എന്ത് നിലപാടാണ് എടുത്തത് ജിനു? ആദ്യം തന്നെ ഒരു കാര്യം പറയാം. സ്പോർട്സും ഫിറ്റ്നസും ഒക്കെ ഒരു ലഹരിയാക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു സ്പോർട്സ്മാൻ എന്ന രീതിയിൽ എനിക്ക് ആദ്യം ഇതാണ് പറയാനുള്ളത്. അതിനുവേണ്ടി നമ്മുടെ സമൂഹം എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. ഡോക്ടർ പറഞ്ഞ ഇതേ എക്ടസി കളിക്കളത്തിൽ നിന്ന് നമുക്ക് കിട്ടും, ബോഡി ബിൽഡിംഗിൽ നിന്ന് കിട്ടും. നല്ല ട്രൈസെപ്സും ബൈസെപ്സും ഒക്കെ വളർന്നാൽ തന്നെ ഒരു ആത്മവിശ്വാസമാണ്. നമുക്ക് വേണ്ടത് ഡോപ്പമിൻ റിലീസ് ആവുക എന്നുള്ളതാണ്. ആ ഡോപ്പമിൻ നമുക്ക് ഫിറ്റ്നസ്സിലൂടെയും സ്പോർട്സിലൂടെയും വായനയിലൂടെയും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇതൊരു ലഹരിയായി കണ്ടിരുന്ന സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് മാറി വളരെ ഈസി ആയിട്ട് ഡോപ്പമിൻ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലോട്ട് വന്നു. എത്രയും പെട്ടെന്ന് എനിക്ക് ഹാപ്പിനെസ് ആവണം, റീല് കണ്ട് ഫോണിൽ ഹാപ്പിനെസ് ആവണം, അല്ലാണ്ട് അവനവൻ്റെ ശരീരത്തിലൂടെയും മനസ്സും ശരീരവും ഒരുമിച്ച് കിട്ടുന്ന ഒരു ഡോപ്പമിനിലോട്ട് കടക്കാൻ ആരും സമയമെടുക്കുന്നില്ല. ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ലൈഫിലൂടെ എല്ലാവരും കടന്നു പോകുന്നത്. ഹാപ്പിനെസ്സിന് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്നു, കോമ്പറ്റീഷന് വേണ്ടി ജീവിക്കുന്നു. നമ്മൾ പാരൻസ് ആയാലും സമൂഹമായാലും എല്ലാവരും ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിൽ, ടാർഗറ്റഡ് മൈൻഡിൽ പോകുന്നു. അപ്പം നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട ഹാപ്പിനെസ് അവർ സ്വന്തമേ തിരഞ്ഞെടുക്കുന്നു. അത് ഈസിയസ്റ്റ് വഴിയായിരിക്കാം. ആ വഴിയിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് MDMAയും ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ. അപ്പോൾ ജിനുലാലിൻ്റെ അടുത്ത് ഒരാൾ MDMAയുമായിട്ട് എത്തി കുറച്ചുകൂടി ഒരു ഉന്മേഷമൊക്കെ കിട്ടും ചങ്ങാതി എന്ന് പറഞ്ഞാൽ ആ ബ്രോയോട് എന്ത് പറയും? ഞാൻ പറയും, ഈ പറഞ്ഞ അതേ സയന്റിഫിക്കൽ കാര്യം ഞാൻ പറയും. നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണോ വേണ്ടത്? അതൊരിക്കലും ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടേണ്ടതല്ല. അത് ലൈഫ് ലോങ് നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള സ്പോർട്സ് പോലെയുള്ള ഫിറ്റ്നസ് പോലെയുള്ള ആക്ടിവിറ്റിയിലോട്ട് വരും. അത് എന്നും നിലനിർന്ന് കിട്ടും. ഒരു നിമിഷം അല്ലെ ഒരു മണിക്കൂർ മാത്രം കിട്ടേണ്ട ഹാപ്പിനെസ് ആണെങ്കിൽ നിങ്ങളുടെ വഴിക്ക് നിങ്ങൾ കേൾക്കണം. കേരളത്തിന്റെ കൗമാരം, കേരളത്തിന്റെ ബാല്യം, കേരളത്തിലെ വിദ്യാർത്ഥികൾ, ഈ ഹാപ്പിനെസ് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടണം എന്നുള്ളത്. നമുക്കിപ്പം ടീച്ചർ കൂടിയുണ്ട്. ടീച്ചർ റിട്ടയർഡ് പ്രിൻസിപ്പളാണോ? ഇപ്പൊ പ്രിൻസിപ്പളാണ്. ടീച്ചർ കോളേജിൽ ഇതൊക്കെ അടിച്ചിട്ട് വരുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ടീച്ചറിന്റെ കോളേജിൽ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും എങ്കിലും. പക്ഷെ അറിയേണ്ട ഒരു കാര്യം, ടീച്ചർ നോക്കൂ, ഇതേപോലെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ അവരുടെ എണ്ണം കുറയുകയും ഇൻസ്റ്റന്റായ ഹാപ്പിനെസ്, ഇൻസ്റ്റന്റായ എക്ടസി, ഇൻസ്റ്റന്റായ ഡോപ്പമിൻ റിലീസ്, ഇതാണോ ഈ കുട്ടികൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? ഐ തിങ്ക് സോ. അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ മാറിയോ കാലം? മാറിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിലേക്ക് തന്നെയാണ് എല്ലാവരും പോകുന്നത്. ഇപ്പം മണി മേക്കിംഗ് ആയാലും ലഹരി ആയാലും എല്ലാവർക്കും ഒരു പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അതിനുള്ള ഒരു ഷോർട്ട് കട്ട്സ് മെത്തേഡ്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഈ കുട്ടികളെ വഴക്കു പറയാൻ, അവരെ ഒന്ന് ശാസിക്കാൻ ഇപ്പോൾ ഭയമാണോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും ആളുകൾക്ക് വീട്ടിൽ തന്നെ പറയുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. കൊച്ചുകുട്ടികളടക്കം പറയും മൈ ബോഡി ഈസ് മൈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വരുന്നത് കാണാം. അവരെയൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷെ പലപ്പോഴും ഈ കുട്ടികളെ ശാസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് കേൾക്കുന്നു. നമ്മളൊന്ന് 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം ഒന്ന് ശാസിക്കാൻ. ബിക്കോസ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സും സൈഡ് എഫക്ട്സും എല്ലാം നോക്കിയിട്ട്. ആഫ്റ്റർ എഫക്ട് പറഞ്ഞാൽ മനസ്സിലായി. ഞങ്ങളെ പോലുള്ള ചാനൽ പോലുമായിട്ട് വരുമെന്നുള്ളതല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ എന്താ അവസ്ഥ? മൊത്തത്തിൽ എന്താ സമൂഹത്തിൽ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു അബൌട്ട് മെനി ഇൻഫ്ലുവൻസസ് ആൻഡ് ഓൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മേജർ ഇൻഫ്ലുവൻസ് വിച്ച് ഐ ഫീൽ എഫക്ട്സ് എ ലോട്ട് ഈ പൊതുവെ എല്ലാ യങ്ങർ ജനറേഷൻ, ഈവൻ അവർ ഓൾഡർ ജനറേഷൻ ഇസ് ഓൾസോ വെരി ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ മീഡിയ. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മളിപ്പോൾ എല്ലാ മൂവീസിലും നമ്മൾ ഭയങ്കര ഗ്ലാമറൈസ് ചെയ്തിട്ടാണ് ഈ ആൽക്കഹോളും സ്മോക്കിംഗ് ആൻഡ് ഡ്രഗ് അബ്യൂസ് എവറിത്തിങ് ഇസ് ബീങ് ഷോൺ ഇൻ എ വെരി ഗ്ലാമറസ് വേ. അപ്പോൾ നാച്ചുറൽ ഒരു ടെൻഡൻസി ഉണ്ട്. അതിൻ്റെ താഴെ ഒരു ചെറിയ അക്ഷരത്തിൽ സ്മോക്കിംഗ് കിൽസ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ടേക്കൻ എന്ന് പറഞ്ഞാലും we look at the bigger picture. So it is very easy for them to get distracted. പിന്നെ പറഞ്ഞ പോലെ റിസോഴ്സസ് ഉണ്ട്. ആ റിസോഴ്സസ് ഉള്ളതുകൊണ്ട് there is always a constant temptation. How much ever you try, like she said, it's a very difficult journey. If even അവർ മനസ്സിലാക്കിയാൽ പോലും അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാൻ, മനസ്സിലാക്കാതെ തന്നെ അതിൽ പോയി ചാടി വീഴുന്ന കുറേ ആൾക്കാരുണ്ട്. ആൻഡ് വിത്ഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇങ്ങനത്തെ കോൺസ്റ്റൻറ്റ് റിസോഴ്സ് അവൈലബിലിറ്റി ഈസ് എ വെരി ബിഗ് കൺസേൺ. പിന്നെ ഈ ഗ്ലാമറസ് ആക്കി നിങ്ങൾ അതിനെ കാണിക്കുമ്പോൾ it becomes difficult for them to decide at that age up. I think your move
ഈ സ്കൂളുകളിൽ എത്തണ ഈസ് എ വെരി ഗ്രേറ്റ് ചേഞ്ച് മേക്കർ ഇൻ ദാറ്റ്. ഓക്കെ, നമുക്കിപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ കോർഡിനേഷൻ്റെ പ്രവർത്തകരുമുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ചെയ്തൊരു വാർത്തയാണ്. 9ൽ പഠിക്കുന്ന സഹോദരൻ 6ൽ പഠിക്കുന്ന സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ച് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട വാർത്ത ഇന്നലെ കൊച്ചിയിലുണ്ടായി. 9ാം ക്ലാസ്സേ ഉള്ളൂ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിയാണ് പീഡിപ്പിച്ചത് എന്നുള്ളതാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? പണ്ട് കാലത്ത് ഇത്തരം വാർത്ത, ഇപ്പോൾ ഇത് തുടർച്ചയായി കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? എങ്ങനെ മാറ്റാം? തീർച്ചയായിട്ടും നമ്മൾ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതി അതിൽ നിന്നുള്ള മാറ്റം അത് ശരിക്കും നമുക്ക് ഉപദേശിക്കാൻ, കുട്ടികളെ ഉപദേശിക്കാനുള്ള ഒരാളില്ല. രക്ഷിതാക്കൾക്ക് പോലും നമ്മുടെ മക്കളെ ഉപദേശിക്കാനുള്ള അർഹത ഇല്ല എന്നുള്ള രൂപത്തിലേക്കാണ് പോകുന്നത്. കാരണം നമ്മൾ പറയുന്നതിന് അതിനെതിരായിട്ടാണ് അവർ സംസാരിച്ചു തുടങ്ങുന്നത്. അതിപ്പോൾ ഉപയോഗിക്കുന്ന കുട്ടികളായാലും അല്ലാത്ത കുട്ടികളും. ഞാനൊരു ഉദാഹരണം, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ, അപ്പം അവനൊരു സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു അടിപിടി കേസ്, അതങ്ങനെ അത് കഴിഞ്ഞു. അടുത്ത ദിവസം ആ അടി കിട്ടിയ പയ്യൻ്റെ റിലേറ്റീവ് വന്നിട്ട് ഈ പയ്യനെ അടിച്ചപ്പോൾ അവൻ്റെ കാലിൻ്റെ എല്ലും വാരിയെല്ലും കൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും പോലീസ് കേസ് വന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പോൾ ഈ പിതാവിന് പോകാൻ ഭയമായപ്പോൾ കൂടെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. പോയപ്പം ആ സമയത്ത് ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞു നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞങ്ങനെ നൈബറാണ്, വീടിൻ്റെ അടുത്തുള്ള പയ്യനാണ്, നല്ല പയ്യനാണ്, അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല, എപ്പോഴും നമ്മളെ വീട്ടിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാരാന്ന് ചോദിച്ചാൽ പിതാവാന്ന് പറഞ്ഞു. എന്നാൽ ഈ പിതാവ് പുറത്തിരിക്കട്ടെ പറഞ്ഞു. എന്നോട് അയാൾ അവരുടെ റെക്കോർഡിൽ കാണിച്ചു തരികയാണ്. 6ാം ക്ലാസ് മുതൽ ആ പയ്യൻ ഇതിന് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. 6ാം ക്ലാസ് മുതൽ ഇത് ഉപയോഗിക്കുന്നു. 12 വയസ്സുള്ള പ്രായം. അപ്പൊ നമ്മൾ കാണുന്ന നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള കുട്ടികളും അവർ സുരക്ഷിതമാണ്, നല്ല പയ്യനാണെന്ന് പറയുന്ന കുട്ടി പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുമ്പോഴുള്ള ഭീകര അന്തരീക്ഷം ശരിക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ ഉന്മൂലനം ചെയ്യുന്ന വേണം ഇവിടുന്ന്. ഏറ്റവും പ്രസക്തമായ ഭാഗം നമുക്കിപ്പം